എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഗാലറി അഥവാ ഫോട്ടോസ് ആപ്പ് നിങ്ങൾക്ക് പാസ്വേഡ് എല്ലാം കൊടുത്തുകൊണ്ട് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ ഫോണിലെ ഫോട്ടോസ് ആപ്പ് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു തേർഡ് പാർട്ടി ആപ്പുകളും യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോസ് ആപ്പ് ലോക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഫോട്ടോസ് ആപ്പിന്റെ ഐക്കൺ ഫോണിൽ സേവ് ചെയ്തു വെക്കുക. അതിനുവേണ്ടി ഫോട്ടോസ് ആപ്പുള്ള പേജ് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ആപ്പ് ഐക്കൺ മാത്രമായി ഇതുപോലെ ക്രോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫോണിൽ സേവ് ചെയ്തു വെക്കുക. അതിനുശേഷം ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി പുതിയൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന പ്ലസ് സിംബലിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ ആദ്യം ഷോർട്ട് കട്ടിന്റെ പേര് ഫോട്ടോസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡൺ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ആഡ് ആക്ഷൻ എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ സെർച്ചിൽ ആസ്ക് ഫോർ ഇൻപുട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ താഴെ ആസ്ക് ഫോർ ഇൻപുട്ട് എന്ന് വരും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പേജിലേക്ക് തന്നെ തിരിച്ചു വരും. അതിനുശേഷം ടെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇൻപുട്ട് ടൈപ്പിൽ നമ്പർ എന്നത് ചൂസ് ചെയ്യുക. അതിനുശേഷം പ്രോംപ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്ത് അവിടെ എൻ്റർ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൺ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ഇഫ് എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടീഷൻ എന്നതിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് കണ്ടീഷനിൽ ഈസ് എന്നത് ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്പർ എന്നതിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1234 എന്ന പാസ്വേഡ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡൺ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം സെർച്ചിൽ പോയി ഓപ്പൺ ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ താഴെ ഓപ്പൺ ആപ്പ് എന്ന് വരും. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആപ്പ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും അവിടെ കാണുവാൻ സാധിക്കും. അതിൽ നിന്നും ഫോട്ടോസ് ആപ്പ് ചൂസ് ചെയ്യുക. ഇനി ഈ ഓപ്പൺ ഫോട്ടോസ് എന്ന ആക്ഷൻ അതർവൈസിന്റെ മുകളിൽ കൊടുന്നു വെക്കുക. മുകളിലേക്ക് കൊടുന്നു വെക്കുവാൻ വേണ്ടി ജസ്റ്റ് ഓപ്പൺ ഫോട്ടോസിന്റെ മുകളിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. അതിനുശേഷം സെർച്ചിൽ പോയി ഷോ അലേർട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ താഴെ ഷോ അലേർട്ട് എന്ന് വരും. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്നത് ഒഴിവാക്കി അവിടെ റോങ് പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡൺ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ആക്ഷൻ ഈഫിന്റെ മുകളിൽ കൊടുന്നു വെക്കുക. അതിനുശേഷം മുകളിലായി 3 ലൈൻ സിംബൽ കാണുവാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ ഷോർട്ട് കട്ടിന്റെ നെയിമിന്റെ അടുത്ത് കാണുന്ന ഈ ഒരു സിംബലിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ഗാലറി ഓപ്പൺ ആകും. അതിൽ നിന്നും നിങ്ങൾ നേരത്തെ ക്രോപ്പ് ചെയ്തു വെച്ച ഫോട്ടോസ് ആപ്പിന്റെ ഐക്കൺ അവിടെ നിന്നും ചൂസ് ചെയ്യുക. അതിനുശേഷം ആഡ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോസ് ആപ്പിന്റെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആയി. ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഷോർട്ട് കട്ട് വർക്ക് ആകുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോസ് ആപ്പിന്റെ ഷോർട്ട് കട്ട്. ഇപ്പോൾ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ആപ്പിന്റെ 2 ഐക്കണുകൾ കാണുവാൻ സാധിക്കും. അതിലൊന്ന് ഒറിജിനൽ ഫോട്ടോസ് ആപ്പും മറ്റൊന്ന് ഫോട്ടോസ് ആപ്പിന്റെ ഷോർട്ട് കട്ടും. ഇനി ഇതിൽ നിന്നും ഒറിജിനൽ ഫോട്ടോസ് ആപ്പ് ഹോം സ്ക്രീനിൽ നിന്നും ഹൈഡ് ചെയ്തു വെക്കുക. ആപ്പുകൾ എങ്ങനെയെല്ലാം ഹൈഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ ഇതിന്റെ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസ് ആപ്പ് ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഹോം സ്ക്രീനിലുള്ള ഫോട്ടോസ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ പാസ്വേഡായ 1234 എന്നത് എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്തതിന് ശേഷം ഡൺ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ആപ്പ് ഓപ്പൺ ആയത് കാണാം. ഇനി നമുക്ക് തെറ്റായ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് നോക്കാം. ഇപ്പോൾ തെറ്റായ പാസ്വേഡ് എൻ്റർ ചെയ്തപ്പോൾ റോങ് പാസ്വേഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ശരിയായ പാസ്വേഡ് എൻ്റർ ചെയ്തപ്പോൾ ലോഗിൻ ചെയ്യുകയും തെറ്റായ പാസ്വേഡ് എൻ്റർ ചെയ്തപ്പോൾ റോങ് പാസ്വേഡ് എന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫോട്ടോസ് ആപ്പ് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കാം. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ആപ്പ് മാത്രമല്ല ഫോണിലുള്ള മറ്റു ആപ്പുകളും ഇതുപോലെ ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.